ഹായ് കൂട്ടുകാരെ, ഞാൻ മിറാന. ഡോഡോ ആനിമേഷൻസ് ഒരുക്കുന്ന കഥകളുടെ മാന്ത്രിക ലോകത്തേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്ന കൊച്ചു കൂട്ടുകാർക്കായി രസകരമായ ഗുണപാഠ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് കുസൃതിയായ ഒരു മാൻകുട്ടിയുടെയും അമ്മയുടെയും കഥയാണ്. മാനമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. വലിയ കുസൃതിക്കാരനായിരുന്നു അവൻ. ഒറ്റയ്ക്ക് കാടൊക്കെ ചുറ്റിക്കാണണമെന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി അവൻ കാട്ടിലേക്ക് ഓടുമ്പോൾ മാനമ്മ അവനോട് പറയും, മോനെ, നീ കുഞ്ഞാണ്. വലുതായി കഴിയുമ്പോ കാട് മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് ചുറ്റിക്കാണാമല്ലോ. നമുക്ക് ചുറ്റും ശത്രുക്കൾ തക്കം പാർത്തിരിപ്പുണ്ട്. അത് കേട്ട് അവൻ നിരാശയോടെ കൂട്ടിലേക്ക് മടങ്ങും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാൻകുട്ടി പതിവിലും നേരത്തെ ഉറക്കമുണർന്നു. മാനമ്മയാകട്ടെ നല്ല ഉറക്കവും. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് കാട് മുഴുവൻ ചുറ്റിക്കാണാൻ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി നടന്നു. പൂക്കളുടെയും ശലഭങ്ങളുടെയും കാട്ടരുവികളുടെയും സൗന്ദര്യം ആസ്വദിച്ച് അവൻ സന്തോഷത്തോടെ നടന്നു. പെട്ടെന്ന് ഭയങ്കരമായൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കടിച്ചു കീറാൻ മുന്നോട്ട് വന്ന സിംഹങ്ങളെ കണ്ടപ്പോൾ അവനൊരു ഉപായം തോന്നി. നിൽക്കൂ ശക്തന്മാരെ, ഇത്തിരി പോന്ന എന്നെ രണ്ടുപേരും കൂടി ഭക്ഷിച്ചാൽ ആരുടെ വയറും നിറയില്ല. നിങ്ങളിൽ കൂടുതൽ ശക്തിയുള്ളവൻ എന്നെ ഭക്ഷിക്കട്ടെ. ഇത് കേട്ട ഉടൻ സിംഹങ്ങൾ തല്ലു തുടങ്ങി. നിങ്ങൾ തമ്മിൽ തല്ലി നേരം കളയണ്ട. ആ കാണുന്ന മരത്തിൽ തൊട്ട് ആദ്യം തിരിച്ചു വരുന്ന ആൾക്ക് എന്നെ ഭക്ഷണമാക്കാം. ഇത് കേൾക്കേണ്ട താമസം മരത്തിൽ തൊടാനായി മണ്ടന്മാരായ സിംഹങ്ങൾ ഓടി. മാൻകുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ ജീവനും കൊണ്ട് പാഞ്ഞു. ഓടി ഓടി അവൻ തന്റെ അമ്മയുടെ അരികിലെത്തി. തന്റെ തെറ്റു മനസ്സിലാക്കിയ അവൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. പിന്നീട് ഒരിക്കലും അവൻ അനുസരണക്കേട് കാണിച്ചിട്ടേയില്ല. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി? മുതിർന്നവരുടെ വാക്ക് അനുസരിക്കാതിരുന്നാൽ ആപത്തിൽ ചെന്ന് ചാടും എന്നല്ലേ? ഇനി നമുക്ക് ശക്തന്മാരായ രണ്ടാടുകളുടെ കഥ കേൾക്കാം. ദൂരെ ഒരു കാട്ടിൽ അഗാധമായൊരു കൊക്കയുണ്ടായിരുന്നു. അതിന്റെ ഒരു വശത്ത് നിറയെ ഇളം പുല്ലുള്ള കുന്നിൻ ചെരുവും മറ്റേ വശത്ത് ഒരു കുളവും ഉണ്ടായിരുന്നു.
കൊക്കയുടെ കുറുകെയുള്ള വീതി കുറഞ്ഞ പാലത്തിലൂടെ പോയാലേ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനും പുല്ല് തിന്നുവാനും കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കറുമ്പനാട് പുല്ല് തിന്നാനായി കുന്നിൻ ചെരുവിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴതാ പാലത്തിന്റെ എതിർവശത്തു നിന്നും വെളുമ്പനാട് വരുന്നു. രണ്ടുപേരും പാലത്തിൽ കയറി നടക്കുവാനും തുടങ്ങി. വെളുമ്പ, രണ്ടുപേർക്കും ഒരുമിച്ച് പാലത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്നറിയില്ലേ? വേഗം പുറകോട്ട് ചെന്ന് മാറി നിൽക്ക്, എനിക്ക് പുല്ല് തിന്നാൻ പോകണം. എടാ കറുമ്പ, ഞാൻ ദാഹിച്ചിട്ട് വരികയാണ്, എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ പോയതിനു ശേഷം നീ പോയാൽ മതി. വാശി മൂത്ത ആടുകൾ പൊരിഞ്ഞ തല്ലു തുടങ്ങി. രണ്ടാടുകളും തുല്യ ശക്തരായിരുന്നു. പരസ്പരം വിട്ടുകൊടുക്കാതെ കുറേ നേരം കുത്തിയും തൊഴിച്ചും അവർ മത്സരിച്ചു. ഒടുവിൽ രണ്ടുപേർക്കും ജയിക്കാനാവില്ലെന്ന് ബോധ്യമായി. ചങ്ങാതി, നാം തുല്യ ശക്തരാണ്. ഇങ്ങനെ കലകിച്ചു കൊണ്ടിരുന്നാൽ എന്റെ വിശപ്പും മാറില്ല, നിന്റെ ദാഹവും മാറില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാം. നീ പോയി വെള്ളം കുടിച്ചോളൂ, അതിനുശേഷം ഞാൻ പോയിക്കോളാം. ചങ്ങാതി, നീയാണ് ആദ്യം പാലത്തിൽ കയറിയത്, അതുകൊണ്ട് നീ പോയതിനു ശേഷം ഞാൻ പോകാം. അങ്ങനെ അവരുടെ കലഹവും വാശിയും തീർന്നു. കൂടാതെ കറുമ്പന് വയറ് നിറയെ പുല്ലും വെളുമ്പന് ദാഹം തീരുവോളം വെള്ളവും കിട്ടി. വാശി മൂത്ത് അടിപിടി കൂടിയ ആടുകൾ അല്പം ക്ഷമ കാണിച്ചപ്പോൾ പ്രശ്നം തീർന്നത് കണ്ടില്ലേ? ഇനി മുതൽ നിങ്ങൾ ആരും ഒരു കാര്യത്തിലും വാശി കാണിക്കില്ലല്ലോ, അല്ലേ? കൂട്ടുകാർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഇനി ഒരു പാട്ട് കേൾക്കാം.